ഹലോ ഫ്രണ്ട്സ്, പറവ വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിനെ കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ലവ് ബേർഡ്സിന് കൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കൂട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ രീതിയിലാണ് ചെയ്തിരിക്കണേ. അപ്പോൾ ലവ് ബേർഡ്സിന് പറക്കാനും അതിൻ്റെ നല്ല സൗകര്യങ്ങളുണ്ട് അതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ. ഇതിപ്പോൾ കുറച്ച് വലിയ കൂടാണ്. ഇപ്പോൾ ലവ് ബേർഡ്സിന് അതിൻ്റെ ഉള്ളിൽ വരുന്ന സൗകര്യങ്ങളും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിക്കണ്. ഇപ്പോൾ വെയിൽ കയറാനുള്ള ഗ്യാപ്പിലിട്ട് വെച്ചിക്കണ്. എല്ലാം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇതിപ്പോൾ കേജെല്ലാം വെച്ച് വെക്കണേ നിങ്ങൾക്ക് കാണാം പുറത്തുനിന്ന് തന്നെ. അപ്പോൾ ഇപ്പോൾ ലവ് ബേർഡ്സെല്ലാം ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കണത് തുളസി കണ്ടിട്ടാണ്. അപ്പോൾ അവർക്ക് ഉള്ളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് തുളസി. എന്നാൽ അപ്പോൾ ലവ് ബേർഡ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ കൂടിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ഇതാണിപ്പോൾ എൻ്റെ കൂടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ തുളസി ഇതിന് വെച്ചുകൊടുക്കാൻ പോവാണ്. അപ്പോൾ ലവ് ബേർഡ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഈ തുളസി. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം അത് മുട്ടയിലിടുന്നുണ്ട്. അപ്പം അതിന് രോഗങ്ങൾ കുറവാണ്. ലവ് ബേർഡ്സിന് ഞങ്ങൾ കൂടുതലും മൺചട്ടിയും ബോക്സിലുമാണ് വെച്ച് കൊടുക്കല്. അപ്പോൾ ബോക്സ് ഞങ്ങൾ വെച്ചിരിക്കുന്ന രീതിയിലും കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പം ലവ് ബേർഡ്സിന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ മുട്ട വിരിഞ്ഞ നോക്കണതാണ് ഇതിൽ കൂടെ. പിന്നെ ഉള്ളത് മൺചട്ടിയിൽ ഇപ്പോൾ മുട്ട ഇട്ടിരിക്കുകയാണ്. അതിലിപ്പോൾ 5 മുട്ട ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ മുട്ട വിരിഞ്ഞിക്കണ്. ഇപ്പോൾ കുട്ടിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഉള്ളിൽ കയറിയതാണ്. പിന്നെയുള്ള ഈ മൺചട്ടിയിൽ 2 കുട്ടികളുണ്ട്. കൂടുതൽ ഇവിടെ മൺചട്ടിയിലാണ് മുട്ടയിട്ട് വിരിഞ്ഞിക്കണേ. അപ്പോൾ മൺചട്ടിയിലാണെങ്കിൽ അവർക്ക് സൗകര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലാണ്. ഇതിപ്പോൾ കുറച്ച് കേജുകളിൽ ഇപ്പം മുട്ടയിട്ട് വിരിഞ്ഞിക്കണേ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലിപ്പം ഒരു 5 കുട്ടികൾ വിരിഞ്ഞിക്കണേ. ഇപ്പൊ അടുത്തത് ഇവിടെയാ. പിന്നെ ഇതിലും വിരിഞ്ഞിക്കണേ. അപ്പോൾ അത് കേജുകൾ അടുപ്പിച്ചാണ് വെച്ചിരിക്കണേ. അപ്പം അതാവുമ്പോൾ അവർക്ക് വേണ്ടത് സെലക്ട് ചെയ്തോളും. ഇതിലിപ്പോൾ മുട്ട ഇട്ടിക്കണ്. അപ്പോൾ അവർ തുളസി ഇട്ടെടുത്തപ്പോൾ തുളസി തിന്നാൻ പോയതാ. ഇതിലിപ്പോൾ ഒരു 4 കുട്ടികളുണ്ട്. അപ്പോൾ ലവ് ബേർഡ്സിൻ്റെ മെയിൻ തീറ്റയാണ് ഈ തേന. ലവ് ബേർഡ്സിന് അവർക്ക് പാറയടക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഞാൻ കൂട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പാറയിട്ട് നിൽക്കാനെല്ലാം ഞാൻ കുറച്ച് റിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ മേലെല്ലാം തീറ്റപാത്രം വെച്ചിരുന്നു. ഞാൻ കൂടിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ റിങ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കിളിക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ളമാണ്. അപ്പം ഞാൻ വെള്ളം സെറ്റ് ചെയ്തിരിക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ അത് കടയിൽ നിന്ന് മേടിച്ചൊരു ഓട്ടോമാറ്റിക്കൽ ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഒരു 3-4 തരത്തിലുള്ള ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഫുൾ വൈറ്റും ഉണ്ട്, ഫുൾ യെല്ലോ ഉണ്ട്, ഫുൾ ഗ്രീനും ഉണ്ട്, പിന്നെ മിക്സഡും ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഫുൾ ബ്ലൂ ഉണ്ട്. ഈ കാണുന്ന ബോക്സ് എല്ലാം ഇപ്പോൾ ഞാൻ ആഫ്രിക്കൻ ലവ് ബേർഡിന് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ് എല്ലാം സെയിലായി പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ലവ് ബേർഡ്സിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു മെയിലും ഫീമെയിലും എങ്ങനെ തിരിച്ചറിയാമെന്ന്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഇപ്പോൾ മെയിലിൻ്റെ ചുണ്ടിൻ്റെ മേലെ നീല കളറായിരിക്കും, അപ്പോൾ ഫീമെയിലിൻ്റെ വൈറ്റ് ആയിരിക്കും. ലവ് ബേർഡ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.